കാക്കുന്ന എൻ്റെ എല്ലാ പട്ടാളം മാമന്മാർക്കും ബിഗ് സല്യൂട്ട്. നമ്മുടെ ഭാരതാംബയെ നെഞ്ചിൽ ചേർത്ത എൻ്റെ സഹോദരങ്ങളായ എല്ലാ സൈനികന്മാർക്കും ബിഗ് സല്യൂട്ട്. കലാഭവൻ മണി മണിച്ചേട്ട ഇന്ദുചേട്ടൻ്റെ ഒരു സുഹൃത്തും കൂടിയായിരുന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു. എന്നുവെച്ചാൽ ഒരു 4-5 ഫിലിംസ് ഒക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് വിത്ത് എ ഷോർട്ട് ഗ്യാപ്പ് കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മണിച്ചേട്ടനോട്. പക്ഷേ വിവാഹം എല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയ ശേഷം പിന്നീട് മലയാള സിനിമയായിട്ടുള്ള ടച്ചൊക്കെ വിട്ടുമ്പോൾ മണിയൊക്കെ ആയിട്ടുള്ള ബന്ധവും കൊണ്ട് വിട്ടുപോയല്ലോ. ഒന്നുമില്ല, ആരുടെ ഫോൺ നമ്പർ ഇല്ല. എന്നുവെച്ചാൽ നമുക്കപ്പോൾ മൊബൈൽ ഫോൺസ് ഇത്രയും വ്യാപകമായിട്ടില്ല. ഇറ്റ്സ് നോട്ട് പ്രിവെയിലിംഗ് ദിസ് മച്ച്. നമ്പറുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ദെൻ അത്രയേ ഉള്ളൂ. പക്ഷേ ദിസ് വാസ് എ ബിഗ് ഷോക്ക് ടു മീ. മണിയെ പിന്നീട് കണ്ടിരുന്നില്ല അതിനുശേഷം? ഇല്ല. പിന്നെ ഈ മരണ വാർത്ത മാത്രമാണോ വരുന്നത്? ഓ ശരി. ദാറ്റ് വാസ് എ വെരി ബിഗ് ഷോക്ക് ടു മീ. ഷാദികാലത്തൊക്കെ ഇന്ദ്രജയ്ക്ക് ഒരുപാട് സഹായകരമായ നിലപാടായിരുന്നു മണിയുടെയൊക്കെ. ഒരു സൗഹൃദം, അത് ആ ഒരു ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ ഒരാളുണ്ടായിരുന്നു. ലൈക്ക് മനേട്ട ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നു, ഞാൻ ചെയ്യാമോ? അല്ലെങ്കിൽ ഇവർ സ്റ്റാർ നൈറ്റിനെ വിളിച്ചു, അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യാമോ? ഈസ് ഇറ്റ് ഓക്കെ? ഒക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു പേഴ്സൺ വേണ്ടേ? അത്രയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ. എന്നെ മാത്രമല്ല എല്ലാവർക്കും വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ദാറ്റ് വാസ് എ വെരി ബിഗ് ഷോക്ക് ടു മീ. അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു. മണിയുടെ കൂടെ ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. നല്ലൊരു രംഗം ഞാൻ കാണിച്ചിരുന്നു. യെസ്. ഇനിയും മിഴികൾ നിറയരുതേ, ഇനിയും വെറുതെ പിണങ്ങരുതേ, അലിയും നിനവിൻ പരിഭവങ്ങൾ മഴവിൽ മുനകൊണ്ടെഴുതരുതേ. എന്തൊരു ആർട്ടിസ്റ്റായിരുന്നു. അതെ, ഇതുപോലുള്ള നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഒരുമിച്ച് കാഴ്ചവെക്കാനുള്ള അവസരം ലഭിച്ച ആൾക്കാരാണ്. ആ വ്യക്തി ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ളത് വെരി വെരി സാഡ്, സങ്കടകരമാണ്. അയ്യോ, വളരെ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോയോ? വല്ലാതെ വിഷമിച്ചു. ഈ സിനിമകളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടോ? ബട്ട് നോട്ട് ഇൻ ദ വെരി റീസെന്റ് ടൈം. പക്ഷേ സോങ്സ് ഒക്കെ കാണാറുണ്ട്. ടിവിയിലൊക്കെ ഇടയ്ക്ക് പഴയ സിനിമകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരില്ലേ? അതെ, അതൊന്നും കാണില്ലേ? അല്ല, ഞാനിപ്പോ നമുക്കിപ്പോ പുതിയ പുതിയ സിനിമകൾ ഹോട്ട്സ്റ്റാറിലും അമേസോൺ പ്രൈമിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ സ്വിച്ച് ടു ദാറ്റ്. നെറ്റ്ഫ്ലിക്സും ആമസോണും നോക്കി കഴിയുമ്പോൾ പഴയ പടങ്ങളില്ല. അതില്ല, ഒന്നുമില്ല. അവിടെ ഹോട്ട്സ്റ്റാറിലുണ്ട്. ഈ യൂട്യൂബിൽ കാണുന്നത് കാലും ഭേദം കാണാതിരിക്കുന്നതാ. ഈ ആഡ്സ് ഒക്കെ ഇട്ടിട്ട് അയ്യോ എന്തൊരു പ്രശ്നമാ. ഉസ്താദൊക്കെ പണ്ട് ആ ക്ഷമയൊക്കെ കാണുമ്പോൾ. പക്ഷെ ഉണ്ട്, വീട്ടിലെ മലയാളം ചാനൽസിന്റെ ഒരു പാക്കേജ് ഉണ്ട്. ഉണ്ട്. അത്താഴം വേണ്ടെനിക്ക് ദൈവേ, എന്റെ അച്ഛന് മാത്രം മതി. കുമ്പായി കുച്ചാണ്ട് എന്റെ പാണങ്കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കറ്റാളി എന്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴ